കൊടുവള്ളി സ്വദേശി റഹൂഫിന്റെ മകൾ ഉരുൾപൊട്ടലിന്റെ തലേദിവസം ഇവിടെ ബന്ധുവീട്ടിലെത്തിയതാണ്. ആ കുടുംബത്തിലെ 13 പേരാണ് മരിച്ചത്. 5 പേരെ കിട്ടി. കുട്ടിയടക്കമുള്ളവരെ കിട്ടാനുമുണ്ട്. ഓരോ മൃതദേഹം എത്തുമ്പോഴും മകൾ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ മണ്ണുവാന്തി യന്ത്രങ്ങൾക്ക് അരികിലെത്തുന്ന റഹൂഫ് വയനാട്ടിലെ നൊമ്പര കാഴ്ചയാണ്. തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി തന്നെ നടക്കുന്നു. പലയിടങ്ങളിൽ നിന്നും മൃതശരീരങ്ങൾ ലഭിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നമ്മൾക്ക് നൽകാനുള്ളത്. പക്ഷേ ഒരു കുടുംബം ഒന്നടങ്കം പോകുന്ന പല കഥകളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടു. എന്നാൽ ഇപ്പോഴും എവിടെയാണെന്ന് പോലും അറിയാത്ത ആളുകളും ഉണ്ട്. ചേട്ടാ, എന്തായിരുന്നു സംഭവിച്ചത് ഞങ്ങളുടെ കുടുംബത്തിൽ? ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അപ്പം ഞങ്ങളുടെ വീടിന്ന് ചെറിയ പ്രദേശത്തുള്ള വലിയ വീടുള്ള ഒരു വീടാണ്, പുതിയ വീടാണ്. അപ്പം അത്രയും സേഫ്റ്റി ആണെന്നുള്ള നിലയിൽ കുടുംബം എല്ലാം ഒരുമിച്ച് 2 വീടുകളിലായിട്ട് താമസിക്കുന്നത്. അവിടെ 20ഓളം ആളുകളുണ്ട്. അതിൽ 13 ആളുകൾ ഞങ്ങൾക്ക് അത്രയും അടുത്ത് ബന്ധപ്പെട്ടവരാണ്. ഒന്ന് എൻ്റെ പെങ്ങളാണ്, ഒന്ന് പെങ്ങളെ 2 ആൺകുട്ടികളാണ്, ചെറിയ ആൺകുട്ടികളാണ്. പിന്നെ ഭർത്താവ് എൻ്റെ വാപ്പേൻ്റെ അനിയൻ്റെ ഭാര്യയും, പിന്നെ ഈ എൻ്റെ അളിയൻ്റെ ഒരു 3 വയസ്സുള്ള ഒരു ചെറിയ കുട്ടി, 3 വയസ്സുള്ള ഒരു പെൺകൊച്ചാണ്. ഞങ്ങൾക്ക് ടോട്ടൽ 13 പേര് നഷ്ടപ്പെട്ട് 6 പേരെ ഞങ്ങൾക്ക് മൃതശരീരം തിരിച്ചറിഞ്ഞ് കിട്ടി. ഇനി 7 പേർക്കുള്ള തിരിച്ചറിച്ചിലിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പാറക്കെട്ടുകളോടുകൂടെ നടക്കുകയാണ്. എല്ലാ JCBന്റെയും ഇറ്റാച്ചിയും മണ്ണ് വലിക്കുമ്പോൾ അതിന്റെ ചോട്ടിൽ പോയി നിന്ന് നോക്കുകയാണ്. ഞങ്ങൾ പ്രതീക്ഷയിൽ നോക്കുകയാണ്. ഞങ്ങളതായിരിക്കും കിട്ടുന്നത്, ഞങ്ങളതായിരിക്കും അടുത്ത് കിട്ടുന്നുള്ള പ്രതീക്ഷ. ആ പ്രതീക്ഷ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ നോക്കുക എന്നല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എങ്കിലും ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഐഡന്റിഫൈ ചെയ്യാനോ ഓർണമെന്റ്സ് വെച്ച് ഐഡന്റിഫൈ ചെയ്യാനോ എങ്ങനെയെങ്കിലും കഴിയുന്നുള്ള ഒരു ഒറ്റ പ്രതീക്ഷയിൽ ശരിക്കും പറഞ്ഞാൽ ഭക്ഷണം കൂടി കഴിക്കാതെ ഇവര് ഈ കുറെ സന്നദ്ധ സേവകർ തരുന്ന ചായയും ഇതൊക്കെ കഴിച്ച് എന്തായാലും സന്നദ്ധ സേവകർ സജീവമായിട്ട് രംഗത്തുണ്ടെങ്കിലും ഞങ്ങൾ ഒരുപാട് വിഷമത്തിലും കഷ്ടപ്പെട്ടും ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. അതിനിടയിലും ഞങ്ങൾ ഈ വടിയും കുത്തിപ്പിടിച്ചിൽ ഇങ്ങനെ കയറി പാറകളുടെ ഇടയിലൊക്കെ തപ്പി തെരഞ്ഞെടുക്കുന്നുണ്ട്. ഓരോ വീടിന്റെ ബാക്കിലും മണ്ണടിഞ്ഞ ഭാഗത്തും ഓരോ മരങ്ങളുടെ അടിയിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ്. യൂസഫാണ്. ഞാൻ കുറെ നേരമായി ഇതിൽ നടക്കുന്നതുകൊണ്ട് സത്യത്തിൽ ശ്രദ്ധിച്ചത്. ആ കുട്ടി ഇവിടെ ആയിരുന്നു അതോ ബന്ധുവീട്ടിലേക്ക് വന്നതാണ്? ബന്ധുവീട്ടിലേക്ക് വന്നതാണ്. കുട്ടിയുടെ പേര് ജൂഹി. കുഞ്ഞാറ്റാന്നായിരുന്നു വിളിക്കല്. കുറച്ച് ദിവസമായിട്ട് പോകുന്നത്? 2 ദിവസം മുമ്പ് വന്നു. കുറച്ച് അധികം പേരുണ്ടായിരുന്നു വീട്ടിലല്ലേ? 13 പേരുണ്ടായിരുന്നു. അല്ല, എത്ര പേരെ പറ്റി 6 പേര് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെ തിരഞ്ഞെടുക്കാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത്. പറയുമ്പോഴത്തേക്ക് നമുക്ക് പറയാൻ പോലും പറ്റാത്ത വിധം വിഷമം വരുന്ന ഒരു കാഴ്ചയാണ്. കാരണം രാവിലെ മുതൽ നമ്മൾ ഇവിടെ നിന്ന് തെരച്ചിലൊക്കെ നടത്തുമ്പോൾ ഓരോ തവണയും ഓരോ ഇടത്തും ഓരോ JCBയിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുമ്പോൾ ഇവർ 2 പേരും ഓടി അവിടേക്ക് പോകുന്നത് നമ്മൾ കണ്ടിരുന്നു. ആളുകൾ ജീവനോടെ ലഭിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ പോലും അവർക്ക് പ്രതീക്ഷകളുണ്ട്. കാരണം ആ കുടുംബത്തിന് വലിയ നഷ്ടമാണ് ഉണ്ടായത്. ആ കുട്ടി വീട്ടിൽ അദ്ദേഹത്തോടൊപ്പം വീട്ടിൽ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ബന്ധുഗൃഹത്തിൽ എത്തിയതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി ഇത്ര വലിയൊരു ദുരന്തത്തിൽ പെട്ടതെന്ന് പറയാൻ കഴിയും. എന്തായാലും വലിയ എന്ത് വാക്കുകൾക്ക് പോലും പറയാൻ പറ്റാത്ത വിധം സങ്കടകരമായ ഒരു കാര്യമാണ്. ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. പലയിടങ്ങളിലും ആളുകളെ തെരഞ്ഞു നിൽക്കുന്നു. ആ ഇടങ്ങളിലേക്കൊക്കെ ഇവർ 2 പേരും വടിയും കുത്തിപ്പോയി തിരയുന്ന കാഴ്ച അങ്ങേയറ്റം കണ്ണു നനയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. കണ്ണു നനയിക്കുന്ന ഒരുപാട് കാഴ്ച